അപ്പോൾ നമ്മൾ ഒരു വാട്ടർഫാൾസും കൂടി, ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു വാട്ടർഫാൾസാണ് നുക്കാലിക്കൽ വാട്ടർഫാൾസിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നുക്കാലിക്കൽ വാട്ടർഫാൾസിൻ്റെ ദൃശ്യപരമായ അതിമനോഹരമായ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. മേഘങ്ങൾ കൊണ്ട് പ്രകൃതിയെ. ഹായ്, നമ്മളെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട്. Where is from? I'm from Assam. Assam? I'm from Kerala. Yeah. Nice to meet you. Thank you. I'm here before 3 days here. Come to tomorrow, we'll be back to other state. The Himachal Pradesh and Rajasthan. Happy to After join we'll be back to home. Okay, thank you. Yes. Nice to meet you. Nice to meet you. Okay, thank you, sir. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരുപാട് കാഴ്ചകളൊക്കെ ആൾക്കാർ ഒരുപാട് നാട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിമനോഹരമായ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് വാട്ടർഫാൾസ് കണ്ടിട്ടുണ്ടാവും. അതിരപ്പള്ളി, അതേപോലെ തന്നെ മറ്റു സംസ്ഥാനം. ഈ ഒരു വാട്ടർഫാൾസ് നിങ്ങൾ ജീവിതത്തിൽ മലയാളികളാണെങ്കിൽ തീർച്ചയായിട്ടും, നിങ്ങൾ മലയാളികളാണെങ്കിൽ നിക്കോളാസ് വാട്ടർഫാൾസ് തീർച്ചയായിട്ടും കാണണം. ഈ ഒരു വാട്ടർഫാൾസ് നേരെ കണ്ടില്ലെങ്കിൽ ജീവിതത്തിലൊരു പരാജയമാണ് ഏതൊരാൾക്കും. നമ്മൾ അതിരപ്പള്ളി വാട്ടർഫാൾസ് കണ്ടിട്ടുണ്ട്, കർണാടകയിലെ കൊഞ്ചിക്കൽ വാട്ടർഫാൾസ് കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ തേനിയിലെ വാട്ടർഫാൾസ് കണ്ടിട്ടുണ്ട്, തെങ്കാശിയിലെ വാട്ടർഫാൾസ് കണ്ടിട്ടുണ്ട്. ഒരുപാട് എന്തിന് എൻ്റെ നാട്ടിൽ വരെ പുത്തോളത്ത് വരെ വാട്ടർഫാൾസ് ഉണ്ട്, ഏറ്റവും ഒരു 3 മീറ്റർ നീളത്തിൽ. പക്ഷേ അതിമനോഹരമായ, നിങ്ങൾ ഇന്ന് വരെ കാണാത്ത ഏറ്റവും അതിമനോഹരമായ വാട്ടർഫാൾസ് ഉള്ളത് മേഘാലയയിലെ ഷിലോങ്ങിലാണ്. അപ്പം ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക്, ആ വാട്ടർഫാൾസിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകണേ. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്ക്. ഈ ഒരു വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിമനോഹരമായ വാട്ടർഫാൾസാണ്. നിങ്ങൾ കാണുന്ന അതിരപ്പള്ളി വാട്ടർഫാൾസ് ഒന്നും ഈ ഒരു വാട്ടർഫാൾസുമായി താരതമ്യം ചെയ്യരുത്. ഇത് നിങ്ങൾ വീഡിയോയിൽ കാണും, ഇത് നേരിട്ട് കാണുന്നതിൻ്റെ ഒരു എന്താ പറയുക പ്രത്യേകത, വല്ലാത്ത അനുഭവമാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് ഇവിടുത്തെ വാട്ടർഫാൾസ്. അതിമനോഹരമായ വാട്ടർഫാൾസാണ്, ഒരു രക്ഷയില്ല. നിക്കോളാസ് വാട്ടർഫാൾസ് മേഘാലയയിൽ ഇവിടെ വരുന്നത് തന്നെ നിക്കോളാസ് വാട്ടർഫാൾസ് കാണുന്നത് തന്നെയാണ്. ഇതാ നിങ്ങൾ കണ്ടു നോക്ക്. ഇതേ ഈ കാണുന്നതാണ് നിക്കോളാസ് വാട്ടർഫാൾസ്. ഇതേ കണ്ടു നോക്ക്, എന്ത് മനോഹരം നോക്കി, എന്ത് ആഴത്തിലാണ്, എത്ര മനോഹരം നോക്കി. ഇത് ജീവിതത്തിൽ നിങ്ങൾ കാണേണ്ട വാട്ടർഫാൾസ് തന്നെയാണ്. നേരിട്ട് ഏതൊരു വ്യക്തിയും മേഘാലയയിൽ വന്നാൽ, മേഘാലയ എന്ന സംസ്ഥാനത്ത് വന്നാൽ ഈ ഒരു വാട്ടർഫാൾസ് കാണാതെ ഒരാളും തിരിച്ചു പോവില്ല. കാരണം ഇത് നേരിൽ കാണേണ്ടത്. ഇത് ഇവിടെ നമ്മളിപ്പോൾ ക്യാമറ, കാരണം ഇത്രയും ലോങ് ഉണ്ട്. നിങ്ങൾ മലയാളിയാ? അപ്പോൾ നമ്മൾ വാട്ടർഫാൾസ് വന്നപ്പോൾ നമ്മളെ തൃശ്ശൂറാണ്, നമ്മളെ കർണാടകയിൽ ഇതാണ് ജില്ലയാണ്. അപ്പോൾ അവിടുത്തെ നമ്മളൊന്ന് പരിചയപ്പെട്ടോ. എൻ്റെ പേര് ജയകുമാർ എന്നാണ്. ഇവിടെ മോനെ ഗുവാഹത്തി IIT ചേർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടേക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടിയാണ്. നല്ല സ്ഥലങ്ങളാണ്. പിന്നീട് ബ്ലോഗിൽ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി സ്ഥലമാണ് കാണാൻ പറ്റും. ഇത് വൈറ്റ് ശ്രീകല ആദിത്യം. ഓക്കെ, അപ്പോൾ ഒരുപാട് മലയാളികൾ ഇവിടെ, ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ മലയാളികൾ വരുന്നുണ്ട്. അപ്പോൾ നല്ല രസമാണ് ഇത്. അതിരപ്പള്ളി വാട്ടർഫാൾസിൽ 3 എണ്ണം ഇവിടെ പറഞ്ഞേ ഉള്ളൂ, എന്നാലും നല്ല ലെങ്ത് ഉണ്ട്. നല്ല ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു. ഏകദേശം ഒരു 40-70 മീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു. അതിരപ്പള്ളി 25 മീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് 350 മീറ്റർ. നല്ല ആഴത്തിലുള്ള ലെങ്ത്താണ് കേട്ടോ. ഇത് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല, പക്ഷേ ഇത് നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ പ്രധാന ഭംഗി കാണാൻ പറ്റുക. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാഴ്ച കൃത്യമായ രീതിയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഇതാണ് വാട്ടർഫാൾസ്. ഭയങ്കര സൗണ്ടാണ്, ഞാൻ റൂമായി കാണിച്ചു തരാം. അപ്പോൾ വാട്ടർഫാൾസ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വാട്ടർഫാൾസും കൂടിയാണിത്. അപ്പോൾ ഈ വാട്ടർഫാൾസ് നല്ല ലെങ്ത് ഉണ്ട്, നല്ല ആഴത്തിലുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും മുകളിൽ നിന്നാണ് ഈ വെള്ളം പാസ് ചെയ്ത് താഴേക്ക് വീഴുന്നത്. അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ മേഘാലയയിൽ ചിറാപൂഞ്ചി എന്ന സ്ഥലത്താണ് ഈ ഒരു മനോഹരമായ വാട്ടർഫാൾസ് കാണാൻ പറ്റുന്നത്. അപ്പം നേരിട്ട് കാണാം. ഇങ്ങനെ വീഡിയോയിൽ കണ്ടതുകൊണ്ടൊന്നും അതിൻ്റെ മനോഹാരിത കണ്ടെന്ന് ആസ്വദിച്ചെന്ന് വരില്ല. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചിറാപൂഞ്ചി വന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ മനോഹാരിത കാണാൻ പറ്റുള്ളൂ. നല്ല ഭംഗിയുണ്ട്, കാരണം നല്ല ദൂരമുണ്ട്. നമ്മൾ ഇവിടുന്ന് അവിടത്തേക്ക് കാണുന്നതിന് നല്ല ദൂരമുണ്ട്. ഈ മനോഹരം തന്നെ ഭയങ്കര ആഴമാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ്.
അപ്പോൾ ദൂരത്ത് നിന്ന് നോക്കാൻ നല്ല രസമുണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ കുഞ്ഞു കുഞ്ഞു ചെറിയ വാട്ടർഫാൾസ് ഉണ്ട്, പക്ഷെ അത് അത്ര ഫോഴ്സ് ഇല്ല. ഫോഴ്സ് ഉള്ള ഒരു ഒറ്റ വലിയ ഫോഴ്സ് ഉണ്ട്. ഇങ്ങനെ വെള്ളം ഇങ്ങനെ നല്ല ഹൈറ്റിൽ നിന്നാണ് ജമ്പ് ചെയ്ത് താഴെ വീഴുന്നത്. അവിടെ താഴെ തല വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തീർച്ചയായിട്ടും തല ഒക്കെ പൊട്ടിത്തെറിക്കും. കാരണം ഞാൻ വയനാട് പോയപ്പോഴും തല വെച്ചപ്പോൾ നല്ല എന്താ പറയുക ഭയങ്കര വേദനയായിരുന്നു. പക്ഷേ ഇത്രയും ഹൈറ്റിലൊക്കെ തീർച്ചയായിട്ടും അത് നമ്മളെ തലയൊക്കെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അവിടെ പോകാനൊന്നും പറ്റത്തില്ല, കാരണം പോയി കഴിഞ്ഞാൽ തിരിച്ച് വരാനും ഉണ്ടാവില്ല, കാരണം പുലികളൊക്കെ ഉണ്ടാവും തോന്നുന്നു. അത്ര വലിയ കാടാണ്. അതൊക്കെ നമ്മളെ ഫ്രണ്ടാണ്. ഹലോ മൈ ഫ്രണ്ട്സ് ബ്രദേഴ്സ്, where are you from? Mayra. Eh? Mayra. Ashulong. Hey, you here? Is it, today is vacation? Today is 30. ഓക്കെ, നമ്മൾ ഇവിടുത്തെ നമ്മളെ പിള്ളേരാണിത്. അപ്പോൾ അവരിപ്പോൾ ഇന്ന് സാറ്റർഡേ ഇസ് ഹോളിഡേ. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷൊന്നും കൂടുതൽ അറിയില്ല. ഇവിടുത്തെ ഭാഷ ചാഞ്ചുച്ചി ഭാഷയാണ്. അപ്പോൾ നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. ഇവർ നമ്മളെ ഇവിടെ സെൽഫി എടുത്തപ്പോൾ അവരും പറഞ്ഞ് നമ്മളൊന്നിച്ച് നിൽക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഒന്ന് സെൽഫിയിലൊക്കെ നമ്മളെ പോസൊക്കെ ആയിട്ട് നിൽക്കുന്നത്. താങ്ക് യു ബ്രദർ, മൈ ബ്രദർ. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. നമ്മൾ നേരത്തെ കണ്ടത് 100 മീറ്റർ ഡിസ്റ്റൻസ് എന്നാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് 200 മീറ്റർ ഡിസ്റ്റൻസ് എന്നാണ്. അപ്പോൾ 200 മീറ്റർ ഡിസ്റ്റൻസിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതും കൂടി നിങ്ങൾ നോക്കിക്കോ. ഇത് കുറച്ചും കൂടി വൈഡായിട്ടാണ് ഈ ഒരു വീഡിയോ കാണാൻ വരുന്നത്. കുറച്ച് വൈഡാണ്, അതായത് ഏകദേശം 200 മീറ്റർ ഡിസ്റ്റൻസ് വരും. പക്ഷെ അവിടെ നിന്ന് തന്നെയാണ് കാണാൻ ഭംഗി, കാരണം 100 മീറ്റർ. അപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ ഞാൻ എന്താ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഒരു ഇത് 200 മീറ്റർ ദൂരത്തു നിന്നാണ് ഈ ഒരു വീഡിയോ. നേരത്തെ ഞാൻ 100 മീറ്റർ ഡിസ്റ്റൻസാണ് കാണിച്ചത്. ഇത് 200 മീറ്ററിന് ഡിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതും കൂടി കണ്ടു. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ വാട്ടർഫാൾസ് കണ്ടു. നല്ല ആഴത്തിലിങ്ങനെ മുകളിൽ നിന്ന് സ്പാർ ചെയ്ത് ഒഴുകുന്ന ഒരു വാട്ടർഫാൾസാണ്. അപ്പോൾ ഭയങ്കര ലെങ്ത് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടത്ര ലെങ്ത് ഇല്ലെങ്കിലും അതിരപ്പള്ളിനേക്കാളും എത്രയോ ലെങ്ത് ഉണ്ട്. അതിരപ്പള്ളിയിൽ 3 ഉണ്ടെങ്കിൽ ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, പക്ഷെ ബാക്കി 2 ചെറുതൊക്കെയാണ്. അപ്പോൾ ഏറ്റവും വലുതായിട്ട് പോകുന്നത് ഒരെണ്ണേ ഉള്ളൂ, നടുവശത്തായിട്ട്. അപ്പോൾ നല്ല അതിമനോഹരമായൊരു കാഴ്ചയാണ്. കാരണം ഇവിടുത്തെ കാഴ്ചകളൊക്കെ 2 സൈഡിലും നല്ല, നമ്മൾക്ക് അങ്ങോട്ട് മൊബൈൽ വെക്കാൻ പറ്റില്ല. കാരണം മൊബൈലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കിട്ടുന്നത് കാര്യത്തിൽ സംശയമാണ്. കാരണം അത്ര വലിയ ആഴത്തിലുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് കാണുന്നത് തന്നെ ഉണ്ട്. ഇത് എത്ര നമ്മളിപ്പോൾ ഏകദേശം ഈ ഒരു വാട്ടർഫാൾസ് കാണണമെങ്കിൽ നമ്മൾ അതിരപ്പള്ളി പോകണമെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ ഒരു 270 കിലോമീറ്റർ പോയി, എൻ്റെ നാടിൽ നിന്ന് 270 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു വാട്ടർഫാൾസ് നിങ്ങൾ നേരിട്ട് കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 4550 കിലോമീറ്റർ തീർച്ചയായിട്ടും നിങ്ങൾ താണ്ടി ഇങ്ങോട്ട് എത്തണം. ഒരുപാട് യാത്ര ചെയ്ത് ഫ്ലൈറ്റ് ഗുവാഹത്തിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. ഗുവാഹത്തിയിൽ ഫ്ലൈറ്റ് കഴിഞ്ഞാലും അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് ഇല്ല. അവിടുന്ന് ഇവിടത്തേക്ക് നിങ്ങൾ ടാക്സി പിടിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാഹനം വാടകയ്ക്ക് എടുത്തോ വേണം ഇങ്ങോട്ട് വരാൻ. ഈ ഒരു വാട്ടർഫാൾസിന് എന്തോ അതിമനോഹരമായ ഭംഗിയാണ്. പ്രകൃതിയിലെ ഏറ്റവും അതിമനോഹരമായ ഭംഗിയാണ് ഈ വാട്ടർഫാൾസിനുള്ളത്. കാരണം അവിടുന്ന് ആ വെള്ളം താഴെ പതിക്കുന്നതിൻ്റെ ഫോഴ്സിൽ അവിടെ പാറകൾ 2 കഷ്ണങ്ങളായിരിക്കണം. അത്രയും ഫോഴ്സാണ് ആ വെള്ളത്തിലുള്ളത്. കാരണം ഇത് ഇത്രയും നല്ല ദൂരമുണ്ട്. ഏകദേശം എന്നെ സംബന്ധിച്ചിടത്തോളം 100 മീറ്റർ ദൂരമുണ്ട് കാഴ്ച കാണുന്നുള്ളത്. പക്ഷെ അത് അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരുവാണെങ്കിൽ 4550 കിലോമീറ്ററോളം നാട്ടിൽ നിന്ന് താണ്ടി വേണം ഇങ്ങോട്ട് എത്താൻ. അതിമനോഹരമായ ഒരു വാട്ടർഫാൾസ് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നുക്കാലിക്കൽ വാട്ടർഫാൾസ്. അതിമനോഹരമായ, ഞാൻ ഒരുപാട് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ മലയാളികൾ അപൂർവം പേര് ഈ ഒരു കാഴ്ച കാണാൻ ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വാട്ടർഫാൾസൊക്കെ ജീവിതത്തിൽ നിങ്ങൾ വാട്ടർഫാൾസ് കാണണം. ഏറ്റവും കൂടുതൽ വാട്ടർഫാൾസിൻ്റെ കേന്ദ്രാലയം ഉള്ളത് മേഘാലയ എന്നൊരു സ്റ്റേറ്റിൽ തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കാഴ്ച ഈ വീഡിയോയിൽ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ ഇങ്ങോട്ട് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. എല്ലാ ഹെൽപ്പും കാര്യങ്ങളൊക്കെ എൻ്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. വാട്സപ്പ് വഴി എല്ലാ സന്ദേശങ്ങളും ഇവിടുത്തെ കോസ്റ്റ് മറ്റു കാര്യങ്ങൾ. ഇവിടെ പൈസക്കാണ് മെയിൻ പ്രാധാന്യം. പൈസ ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്ക് യു. അപ്പോൾ ഈ ഒരു വാട്ടർഫാൾസ് കണ്ടതിൽ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.